ക്രിക്കറ്റിനകത്തും പുറത്തും ഒരുപാട് ആരാധകരുള്ള വ്യക്തിയാണ് അശ്വിൻ. ക്രിക്കറ്റിനപ്പുറം സാമൂഹ്യ മാധ്യമങ്ങളിലെ അശ്വിൻ്റെ പ്രസൻസ് തന്നെ ഒരുപാട് പേര് ആഘോഷമാക്കുന്നതാണ്. സ്വന്തമായ യൂട്യൂബ് ചാനലിലൂടെ ഒരുപാട് രീതിയിലുള്ള എൻ്റർടൈനിങ് പ്രോഗ്രാമുകൾ അശ്വിൻ ആരാധകർക്ക് വേണ്ടി ഒരുക്കാറുണ്ട്. ഈ അടുത്തിടെയാണ് ബോർഡർ ഗവാസ്കർ ട്രോഫിക്കിടെ അശ്വിൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നുള്ള വിരമിക്കൽ പ്രഖ്യാപിച്ചത്. അതേസമയം IPL-ലും മറ്റ് ലീഗുകളിലും അശ്വിൻ കളി തുടരുകയും ചെയ്യും. എന്നാൽ അതിനിടെ അശ്വിൻ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ വന്ന് കുട്ടികളോട് നടത്തിയ പ്രസ്താവനയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലും അല്ലാതെയും ഏറ്റവും കൂടുതൽ വൈറലായിരിക്കുന്നത്. അതും ഒരു ഭാഷയെ ചൊല്ലിയാണെന്നുള്ളത് രണ്ട് രാഷ്ട്രീയ പാർട്ടികളെ തമ്മിൽ ഇതിലേക്ക് വലിച്ചടിക്കുന്നുണ്ട്. ഒരു എഞ്ചിനീയറിംഗ് കോളേജിലെത്തി കുട്ടികളോട് അശ്വിൻ ഭാഷകളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതിനിടെ അശ്വിൻ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടുന്നത്. ഹിന്ദി എങ്ങനെയാണ് നമ്മുടെ രാഷ്ട്രഭാഷ ആവുന്നത്? അതൊരു ഒഫീഷ്യൽ ലാംഗ്വേജ് മാത്രമാണെന്ന രീതിയിലാണ് അശ്വിൻ പറഞ്ഞത്. അശ്വിൻ്റെ ഈ പ്രസ്താവനയ്ക്ക് പിന്നാലെ രാഷ്ട്രീയ പാർട്ടികളും അശ്വിനെ പിന്തുണച്ചും പ്രതികൂലിച്ചും രംഗത്ത് വന്നിട്ടുണ്ട്. ഹിന്ദി നമ്മുടെ രാഷ്ട്രഭാഷയല്ല, അതൊരു ഒഫീഷ്യൽ ലാംഗ്വേജ് മാത്രമാണെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പേർ അതിന് കൈയടിക്കുകയും ചെയ്തു. ചൈനയിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ കുട്ടികളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അശ്വിൻ സംസാരിച്ചത്. അതിനു പിന്നാലെ അശ്വിനെതിരെ പരസ്യമായി BJP നേതാക്കൾ രംഗത്ത് വന്നു. അശ്വിൻ ഒരു ഇന്ത്യൻ ക്രിക്കറ്ററാണോ അതോ തമിഴ്നാടിന്റെ മാത്രം ക്രിക്കറ്ററാണോ എന്നാണ് BJP നേതാവ് ചോദിച്ചത്. അതേസമയം അശ്വിന് പരസ്യമായും അല്ലാതെയും DMK അടക്കം പിന്തുണച്ചിട്ടുണ്ട്. ഇതിനു മുമ്പും തമിഴ്നാട്ടിൽ ഭാഷയെ ചൊല്ലി വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 50കളുടെ അവസാനം മുതൽ പിന്നീടങ്ങോട്ട് ആൻറ്റി ഹിന്ദി മൂവ്മെൻറ്റുകൾ തമിഴ്നാട്ടിൽ ഉടനീളം അരങ്ങേറിയിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഏതൊക്കെ തമിഴ്നാട് രാഷ്ട്രീയ പാർട്ടികൾ എടുത്താലും അവരുടെയൊക്കെ ആയുധം ആൻറ്റി ഹിന്ദി മൂവ്മെൻറ്റുകൾ തന്നെയാണ്. തമിഴ്നാട്ടിലേക്ക് ഹിന്ദി കൊണ്ടുവരാനുള്ള എല്ലാ നീക്കങ്ങളും ദ്രാവിഡ പാർട്ടികൾ തടയുന്ന കാഴ്ചയെ നമ്മൾ വർഷങ്ങളോളം കണ്ടിട്ടുള്ളതുമാണ്. അതിനിടയിലാണ് ഇത്തരം പ്രസ്താവനകൾ പിന്നീട് വിവാദമായി കത്തുന്നത്.